ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവം എന്ന വിഷയത്തിന്റെ 292 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഇനി ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ മടങ്ങി വരവ് മാർഗീയ ലക്ഷണങ്ങളെ ചില വിഷയങ്ങളുടെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിലൊന്നാണ് ക്രൈസ്തവ പീഡ. ഇന്ന് ഏറ്റവും അധികം പീഡ നടത്തുന്ന പല രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യം നോർത്ത് കൊറിയയാണ്. കിം ജോങ് ഉൻ വളരെ നീചനായ ഒരു മനുഷ്യനാണ്. നീചനെന്ന് പറഞ്ഞാൽ ഇതുപോലെ നീചനായ ഒരു ഭരണാധികാരി ലോകത്തിലുണ്ടോ എന്ന് സംശയിക്കുന്ന അത്ര നീചനായൊരു മനുഷ്യൻ. ആരുടെയെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ അവന് ജീവനോടെ ഭൂമിയിൽ കാണുകയില്ല. ഒരു ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അത്രമാത്രം നീചനായ ഈ രാജ്യത്തിൻ്റെ തലവൻ. ദൈവമക്കളെ, നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നല്ലാതെ നമുക്ക് വേറൊരു പോംവഴിയില്ല. അവൻ അടുത്ത കാലത്ത് വിളിച്ചു പറഞ്ഞു അവൻ ഇസ്രായേലിനെ തുടച്ചു മാറ്റുമെന്ന്. ഇസ്രായേലിനെ പറ്റി വല്ല അറിഞ്ഞിട്ടാണോ ഈ മനുഷ്യൻ വിളിച്ചു പറഞ്ഞത്? പട്ടിണി പാവമാണ് ആ രാജ്യം മുഴുവൻ. ആ രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം ആളുകളും ഒരു നേരം ആഹാരം കൊണ്ട് ജീവിക്കുന്നവരാണ്. 3 നേരം സമൃദ്ധമായി ആഹാരം ലഭിക്കുന്നവർ ചുരുക്കമായിരിക്കുന്ന രാജ്യത്തിന്റെ തലവൻ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇസ്രായേലിന് വേണ്ടി വന്ന തുടച്ചു മാറ്റുമെന്ന്. 1967 അബ്ദുൽ ഗമായൻ നാസർ, അദ്ദേഹം ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂറിനകം ഞാൻ ഇസ്രായേലിനെ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞു. മറ്റവും പറഞ്ഞത് വേണ്ടി വന്നാൽ തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ നാസർ എവിടെ പോയി എന്ന് ഒരു പിടിയുമില്ലാതെ. കാരണം ഇസ്രായേൽ ആരാണെന്നും എന്താണെന്നും ബൈബിൾ പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇസ്രായേൽ പരാജയപ്പെടുന്ന പരിപാടിയില്ല. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള കല്ലാണെന്ന് ബൈബിൾ പറയുന്നത്. അതിനെ ചുമക്കുന്നവനൊക്കെ മുറിവേൽക്കും. ഇപ്പൊ നമുക്കറിയാമല്ലോ, അടുത്തുള്ള രാജ്യങ്ങളൊക്കെ അവനെ തോണ്ടി ഉപദ്രവിച്ചു. ഇന്ത്യ രാജ്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും അഡ്രസ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ബൈബിൾ വിളിച്ചറിയുന്നു ഇസ്രായേലിന് പരാജയം ഇല്ല എന്ന്. തുടർന്ന് നമുക്ക് അടുത്ത രാജ്യങ്ങളും നോക്കാം. ഏറ്റവും അധികം ഉപദ്രവിക്കുന്ന രാജ്യങ്ങളെ: സോമാലിയ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, സുഡാൻ, ഇറാൻ, പാകിസ്ഥാൻ. നൈജീരിയ ചെയ്യുന്നത് അവരെ പകുതി നൈജീരിയ പകുതി ക്രിസ്ത്യാനിയും പകുതി മറ്റുള്ള രാജ്യങ്ങളാണ്. അവർ ചെയ്യുന്നത് ഒരു ദിവസം 15 പേരെയെങ്കിലും വെടിവെച്ച് കൊല്ലണം ക്രിസ്ത്യാനികളെ. നൈജീരിയ വളരെയധികം രക്തസാക്ഷികളായി. ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ചൈനയ്ക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിരുന്നു. ചൈന വളർന്നുകൊണ്ടിരിക്കുകയാണ്, രഹസ്യ സഭകളെ. അതുപോലെ റഷ്യയിലും സഭ വളരുന്നു എന്നാണ് അനവധി ആളുകൾ പറയുന്നത്.
ഒരു കാലത്ത് സൗദി അറേബ്യയിൽ ബൈബിൾ കൊണ്ടു ചെല്ലാൻ പറ്റിയല്ലായിരുന്നു. അവർ പെട്ടി തുറന്ന് മുഴുവൻ ചെക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അവര് സ്ഥലം ആരാധനയ്ക്ക് വേണ്ടി മാറ്റാൻ തീരുമാനിച്ചു. പണ്ടൊക്കെ സഭായോഗത്തിന് പോകുന്ന ആളുകൾ ബാഗിനകത്തല്ല പച്ചക്കറി സാധനങ്ങൾ ഇടുന്നായ സഞ്ചിക്കകത്ത് ബൈബിൾ ഇട്ടായിരുന്നു സൗദി അറേബ്യയിൽ രഹസ്യമായിട്ട് ആരാധനയ്ക്ക് പോകുന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ അവരുടെ പ്രാർത്ഥന, ഞങ്ങൾക്ക് പരസ്യമായിട്ട് ആരാധിക്കുള്ള അവസരം നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അവിടെയും വലിയ മാറ്റങ്ങൾ വന്നു. ഖത്തറിലാണെങ്കിൽ നൂറുകണക്കിനാണോ ആയിരക്കണക്കിനാണോ ഏക്കർ ആരാധനയ്ക്ക് വേണ്ടി അവർ വേർതിരിച്ച് എല്ലാ സഭയ്ക്കും ആരാധന കൊടുത്തു. അവിടെയും ഒരു കാലത്തെ സുവിശേഷത്തിനെതിരായിരുന്നെങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റം വരുത്തി. ഞാൻ ഈ കാര്യം പറയുന്നത് ദൈവമക്കളെ നമ്മുടെ ക്രൂസൈഡ് കൊണ്ടോ കൺവെൻഷൻ കൊണ്ടോ ഒന്നും മാറ്റം വരുത്തുന്നില്ല. ആയിരങ്ങൾ പതിനായിരങ്ങൾ ദൈവസന്നിധാനത്തിൽ അവരവരുടെ വീടുകളിൽ, ഓരോ വീടുകളിൽ 2-3 പേരും മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, ദൈവാത്ഭുതം പ്രവർത്തിക്കുന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചു. ഈ അന്ത്യകാലത്തെ പറ്റി പറയുന്നത് യേശു മുൻകൂട്ടി പറഞ്ഞു, അവർ നിങ്ങളെ ഉപദ്രവിക്കും. ആരെ? ദൈവമില്ലാത്തവർ നിങ്ങളെ ഉപദ്രവിക്കും, കൊല്ലും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. മത്തായി 24:29. ലക്ഷക്കണക്കിന് ദൈവമക്കൾ രക്തസാക്ഷികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. മത്തായി 24:10. പലരും അന്യോന്യം ഉറ്റിക്കൊടുക്കും. എനിക്ക് വളരെ അറിയാവുന്ന ഒരു സംഗതിയാണ്, കൊറോണയുടെ കാലത്ത് ആരാധന പാടില്ല, 2-3 പേര് കൂടാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഒരു വീട്ടിൽ ഏകദേശം 10 താഴെ 9 പേരെന്ന് തോന്നുന്നു അകത്തെ മുറിയിരുന്ന് രഹസ്യമായിട്ട് ആരാധന നടത്തുന്ന സമയം ആ സഭയിലെ 2 പേര് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞു, തേണ്ടേ ഇന്ന വീടിനകത്തെ ആരാധന നടക്കുന്നു എന്ന്. ഫോൺ കിട്ടിയുടനെ പോലീസ് സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആരാധന വിഷയം പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞു. പോലീസുകാർ കൊടുത്ത നമ്പർ നോക്കിയപ്പോൾ ആ സഭയിലെ 2 വിശ്വാസികൾ ഒത്തായിരുന്നു കൊടുത്തത്. കേസെടുത്തെങ്കിലും തള്ളിപ്പോയെന്ന് പറഞ്ഞാലും ഇന്ന് അന്യോന്യം ഏൽപ്പിക്കുന്നത് പുറത്തു നിന്നല്ല, അകത്തുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ നടക്കുന്ന ഈ അവസ്ഥ വളരെ ദുഃഖകരമായ കാര്യമാണ്. അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പരന്നു നടക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാര മാർഗം കണ്ടെത്താൻ കഴിയാത്ത നിലവാരത്തിൽ വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അനാത്മ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷത്തിന്റെ വാതിലുകൾ അടയ്ക്കുകയാണ്. ആർക്കും യേശുവിനെ അറിയുവാൻ താല്പര്യമില്ല. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കേരളക്കര ഒരു കാലത്ത് ബൈബിൾ കോളേജ് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാനും ഒരു ബൈബിൾ കോളേജ് നടത്തിയിരുന്നു. പക്ഷെ ഇന്ന് മലയാളം മീഡിയം എവിടെയാണ് കാണുന്നത്? സുവിശേഷ വേലയ്ക്ക് തൽപരരല്ല നമ്മുടെ കേരളത്തിലെ യുവാക്കന്മാർ. കാരണം ഇന്നത്തെ അനാത്മ്യമായ പ്രവർത്തനം കണ്ട് വേദനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ പറഞ്ഞത് എന്തിന്, ആർക്കു വേണ്ടിയാണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം പറയുന്നത് മാർഗീയ ലക്ഷണങ്ങളാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ. ഞാനിപ്പോൾ കേരളത്തിലില്ല. ഞാൻ ബീഹാറിന്റെ പല പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ഓരോയിടങ്ങളിലെ താമസിച്ച് ആ താമസിക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ ജനങ്ങളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തക്കവണ്ണം ഞാൻ മാറി യാത്ര ചെയ്യുന്നു. എൻ്റെ യാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമായിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവിന്റെ വരവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പോകുവാനൊരുങ്ങുക. ഭാരതത്തിൽ ഉണർവുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.